വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്താണെന്നോ, മീൻപീര. നമ്മൾ സാധാരണ മീൻപീര ഉണ്ടാക്കുന്നത് ചെറിയ മത്തി ഉപയോഗിച്ച് ചെയ്യും. അതുപോലെ തന്നെ സ്മെൽറ്റ് അല്ലെങ്കിൽ ഒഴുക ഉപയോഗിച്ച് ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തിലാപ്പിയ ഫില്ലേ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ്. ഇത് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ മീൻപീര ഉണ്ടാക്കാനുള്ള തിലാപ്പിയ ഫില്ലയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്ക് അധികം ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ തന്നെ കിട്ടും. അത് നമ്മളൊന്ന് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മത്തി വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്മെൽറ്റ് അല്ലെങ്കിൽ ഒഴുക, ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് തിലോപ്പിയ ഫില്ലെ ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 3-4 തിലോപ്പിയ ഫില്ലറ്റാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഇതൊരു സവോളയുടെ പകുതിയാണ്. ഞാനിത് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ സവോളയായിരുന്നു, അതുകൊണ്ട് ഞാനിത് പകുതി എടുത്തിരിക്കുന്നത്. നമ്മൾ ചെറുതാണെങ്കിൽ നമ്മൾ ഒരെണ്ണം മുഴുവനും നമുക്കിതിനെ എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഏകദേശം ഒരു ചെറിയ കഷ്ണം, അത് അരിഞ്ഞു വന്നപ്പോഴത്തേനും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളിയാണ്. ഇതിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതും ഒരു ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് പച്ചമുളക് വേണം. ഞാനിതൊരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഉപയോഗിക്കാം. ഇത് നല്ല എരിവുള്ള മുളകാണ്, തായ് പച്ചമുളകാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കുടംപുളിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ചെറിയ പീസസ് ആണ്. അത് നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ചെറു ചൂടുള്ള വെള്ളത്തിലാണ് ഞാനിത് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുളി നന്നായിട്ട് ഇറങ്ങി വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണിത്. ഇത് 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് കടുകാണ്. ഇതൊരു 1/2 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം. ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇതുപോലത്തെ കറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഈ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കാം. ഇനി ആ എണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇടാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അങ്ങ് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇഞ്ചി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. വെളുത്തുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഒത്തിരി ഒന്നും മൂക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഈ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം വഴന്ന് കിട്ടും. ഞാൻ ആ പച്ചമുളകും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ മിസ് ചെയ്തു പോയി. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിയും പിന്നെ അതിൻ്റെ കൂടെയുള്ള വെള്ളവും കൂടെ ഒന്നിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ മീൻ ഇടാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പുളിയൊക്കെ ഇട്ട് വെച്ചിരുന്നത് തിളച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് അതിൻ്റെ പുളിയൊക്കെ കുറച്ച് ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കവറിങ്ങെടുക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മീൻ ഇടണം. നമ്മൾ കഴുകി വെച്ചിരുന്ന മീൻ ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ തിലോപ്പിയയുടെ ഫില്ല് ആകുമ്പോഴത്തേനും അതിന് ഒത്തിരി വേവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം മതി ഇതിനകത്ത്. ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ കുറച്ച്
തേങ്ങ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, ഇനി കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇതെല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളം കുറവാണ്. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഈ സമയത്ത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തത്. ആ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് എങ്ങനെയാണെന്ന് ഒന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ മീൻ പീര എവിടം വരെ ആണെന്ന് നോക്കിയാലോ. ഇതുകൊണ്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിടാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഇതിനകത്ത് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. കാരണം മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അധികം വേണ്ട ആവശ്യമില്ല. ഇതുണ്ട്, ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ രുചികരമായ മീൻ പീര ഞാനൊരു സെർവിങ് ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം കുറച്ച് മീൻ പീരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് നല്ല രസമായിരിക്കും അല്ലേ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് മീൻ പീര ഉണ്ടാക്കുന്നതെന്ന്. വളരെ സിമ്പിൾ അല്ലേ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് മിക്കവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുമല്ലോ. അപ്പം നിങ്ങളിതെല്ലാം ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.